ഹലോ ഗൈസ്, വെൽക്കം ടു വണ്ടർലാൻഡ്. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. വേറെ എങ്ങോട്ടല്ല, കോഴിക്കോടൊക്കെയാണ്. നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ. അപ്പോൾ ഇന്നലെ നമ്മൾ വ്ളോഗിലിട്ട ജിബിൻ ഉണ്ട്. അപ്പോൾ ഞാനും ജിബിനും കൂടി ഇവിടുന്ന് ബസ്സിന് KSRTC ഒരു റൈഡ് പോകാൻ പോണ്. അപ്പോൾ നേരെ കോഴിക്കോട് എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. ഹലോ ഗൈസ്, ഞങ്ങൾ KSRTC സ്റ്റാൻഡ് എത്തി. ഇതാണ് ചാലക്കുടി KSRTC സ്റ്റാൻഡ്. ബസ്സൊക്കെ പോകുന്നുണ്ടോ? ജിബി ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കണേ. യെസ്, ഗൈസ്, നേരത്തെ എടുത്ത വീഡിയോയിൽ വോയിസ് ജസ്റ്റ് ഒന്ന് കട്ടായി പോയി. വേറെ ഒന്നല്ല. ഇതെന്താ ഇങ്ങനെ? ഇത് കൊള്ളാം. നേരത്തെ കണ്ട വീഡിയോയിൽ വോയിസ് കട്ടായി തോന്നുന്നു. ഞാൻ കുഴപ്പമില്ല, അതിന് വോയിസ് ഓവർ തരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് കോഴിക്കോട് നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ പറയട്ടോ, ഇങ്ങനെ കാണുന്നതാണോ അതോ ഈ ഒരു ഫ്രെയിം ഇടണാണോ കാണാൻ താല്പര്യം? ഇടണോ? ഓക്കെ, ഞങ്ങളൊരു ചൂടാ കോഫി പറഞ്ഞു. അത് അതിൻ്റെ പരിപാടി നോക്കാം. ആഹാ, അടിപൊളി കോഫി, നല്ല കോഫി, നൈസ് കോഫി. ആ, അടിപൊളി. അല്ല, വ്ളോഗിന് വേണ്ടി പറഞ്ഞതല്ല, ശരിക്കും പറഞ്ഞതാ. പക്ഷെ അത് വെറൈറ്റി അല്ലേ, കാപ്പിപ്പൊടി മുകളിൽ. നമ്മുടെ ഓൾറെഡി കോഫി മിക്സ് ആയിട്ട് വരാം. ഗൈസ്, ഗുരു വന്നിട്ടില്ല ഗൈസ്. ഭയങ്കര പോസ്റ്റ്. എന്ത് വിധി ഇത്! കോഴിക്കോട് അത്യാവശ്യം വൈബുള്ള സ്ഥലം. ഗൈസ്, ഗുരു ജസ്റ്റ് കോൾഡ് ആൻഡ് അവൻ പറഞ്ഞു ദേ എത്തി എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം ഇനി എത്ര മിനിറ്റ് എടുക്കും നോക്കാം. 10 മിനിറ്റ് പറഞ്ഞിട്ട് അതെടുക്കണം. നീ എടുത്തോളോ? ആ ശരി, ഞാൻ പറയുമ്പോ അതിനുള്ള സമയം കിട്ടുമെന്ന് അറിയില്ല. വണ്ടി ഒതുക്കണ്ടേ, കാലിന്ന് ഇറങ്ങാൻ സാധ്യതയില്ല. അവനാ സിഗ്നലിലുണ്ടെന്ന് പറഞ്ഞേ. ആ സിഗ്നല് ഇപ്പുറത്തെ സിഗ്നൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ അവൻ ഈ സിഗ്നലിൽ നിന്നായിരിക്കും പറഞ്ഞത്. ഗുരു വീണ്ടും പറ്റിച്ചു ഗൈസ്. ഗുരുവേ മണിമണി മേഘത്തോപ്പിൽ. അയ്യോ, അത് ചോദിച്ചില്ല. വണ്ടി ഏതാ ചോദിക്കായിരുന്നു. ജിബിനൊരു തമാശ പറഞ്ഞു. വണ്ടി ഏതാന്ന് ചോദിച്ചപ്പോ കാറായിരിക്കും. എല്ലാരും തമാശ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാട്ടാ. ഗുരു വന്നില്ല. B6 ആണോ പുതിയ വണ്ടി? ഇതിലാണോ? നാലവൻ അതായിരിക്കും. ഗുരുവേ, യെസ് ഗൈസ്, ഗുരു വന്നു ഗൈസ്. ഇതാണ് ഗൈസ് ഗുരു. അവനും വ്ളോഗ് ചെയ്യണ്ട. ഫ്രണ്ട് കയറണോ അവർക്ക്? ഗൈസ്, ഇതാണ് ഗൈസ് ഗുരു. ഇന്ന് ഗുരു എയറിലായി ഓൾറെഡി.
ഫുൾ വ്ളോഗ്. ഇതാണ് നമ്മുടെ ഗുരു. ഞാൻ പറയില്ലേ മാജിക് ഒക്കെ കാണിക്കുന്ന ഗുരു, അത് ഈ ഗുരുവാണ്. ഷോ നല്ല കണ്ടന്റ് ആയിരുന്നു, അത് മിസ്സായി. അല്ലേ ഞാൻ വിചാരിക്കണ്ട് ഞാൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. നമ്പർ ഉണ്ടാ നിങ്ങ കമ്പനി? നമ്മുടെ പണി ഇപ്പോ മീഡിയ അല്ലേ. ഇതാണ് മാനാഞ്ചിറ. മാനാഞ്ചിറ റൗണ്ട്, മാനാഞ്ചിറ പാർക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള. അവനൊന്നും അറിയില്ല, അവനാകെ ഒരു കുമാർ ബേക്കറി അറിയാം അവന്റെ വീടിന്റെ അടുത്തുള്ളത്. രണ്ട് ഫോൺ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം വീഡിയോ. കാരണം ഒരു ഫോൺ തികയണല്ലോ. 256 ഉണ്ട്. തീരണ വരെ നമ്മളിന്ന് എടുക്കും. നിന്നെ കാത്ത് കാത്ത് 150 GB കഴിഞ്ഞു ആ വീഡിയോ. ഇതാണ് സ്റ്റേഡിയം, കാലിക്കറ്റ് FC-യുടെ സ്റ്റേഡിയം. അടിപൊളിയാ കളി എടുക്കണ. നല്ല അലുവ എവിടെ കിട്ടും? ഇവനാണോ പറഞ്ഞത്? ഇവനാ. ബിരിയാണി വേണോ? ബിരിയാണി ഇപ്പൊ വേണ്ട, ബിരിയാണി വേണം. ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഫ്രം കോഴിക്കോട് എവിടത്തേത്? 3-4 സ്പോട്ട്. പാരഗൺ വേണ്ട? പാരഗൺ ഓക്കെ. റഹ്മത്ത് പോവാം. റഹ്മത്ത് അല്ല, നമ്മളിപ്പോ ഇവിടെ ചുരം കയറുകയാണോ? എന്താ പ്ലാൻ? ഹേയ് തിന്നിട്ട് ചുരം കയറാം. ഇന്ന് അവിടെ വയനാട് നിൽക്കല്ലേ? വയനാട് നിൽക്കാം. റൂം എടുക്കാം. വയനാട് എന്താ ഉള്ളത്? ഐ മീൻ നമുക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ചുരം കയറിയിട്ട് ഇറങ്ങാം രാത്രി. എന്തും ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒരുപാട് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടിയിൽ മാത്രം ഓടിച്ച് നടക്കാം. നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് ഒരു സ്ഥലം കാണിച്ചു മെമ്മറീസ് ആയ ഇറക്കാം. അലുവ എനിക്ക് വീട്ടിലോട്ട് വേണം. വീട്ടിലോട്ട് കൊണ്ടുപോകാനാണോ? ആ വീട്ടില്, പിന്നെ എന്റെ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക്. ഗൈസ് ഞങ്ങളെ കുറച്ച് ഹൽവ മേടിക്കാന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ്. നീ മേടിക്കണില്ലേ? എടാ നമ്മളിങ്ങനെ വ്ളോഗ് എടുത്ത് കടയിൽ പോകണോണ്ട് കുഴപ്പമുണ്ടോ? പ്രശ്നമില്ല അല്ലേ? ബ്ലാക്ക് ആണ് നല്ലത് അല്ലേ? ബ്ലാക്ക് അല്ലേ? അല്ല പക്ഷേ എനിക്ക് ബ്ലാക്ക് മതി. എല്ലാ ബ്ലാക്കും സെയിമാ? എന്താ വ്യത്യാസം? എന്താ സാധനം? ടേസ്റ്റ് മറ്റേത് ആ മൈദ മിക്സ് ഉള്ളത്. ആ ബ്ലാക്ക് എത്രയാടാ കിലോ? ഇത് 300. പിന്നെ വേറെ നല്ലത് ചേട്ടൻ അതെടുക്കാം എന്തായാലും. നല്ല ബ്ലാക്ക് എന്തായാലും മേടിക്കാം.
വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ കേട്ടോ? വെറൈറ്റി ഉണ്ട്, ഇതൊക്കെ വെറൈറ്റി. അതൊക്കെ കോക്കനട്ട് മിൽക്ക്. ബ്ലാക്ക് തന്നെയാ. ഇത് കൊള്ളാം. ബ്ലാക്ക് തന്നെ ഇതൊരു ഇത് ടോപ്പ് ടച്ച്. ഇത് കാഷ്യൂനട്ട്. ഇതിന് മുമ്പ് ഇത് പിസ്താസ്. ബ്ലാക്ക് ഇത് കുഴപ്പമില്ലല്ലേ? ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഗായ്സ് ഞങ്ങൾ അലുവ മേടിച്ചു. കൊള്ളാട്ടോ ഇവിടുത്തെ അത്യാവശ്യം നൈസാ. ഹലോ ഗായ്സ്, നമ്മളെവിടേക്ക് പോണേന്ന് പറയടാ. വയനാട്ടല്ല, ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ്. റഹ്മത്ത് ഹോട്ടലിലാണ് ഏറ്റവും നല്ല അത്യാവശ്യം ഉള്ളതിൽ വൺ ഓഫ് ദ ഫേമസ്. പിന്നെ വേറെ ഏതൊക്കെ ഉള്ളേ? പിന്നെ പാരഗൺ ഉണ്ട്. പലർക്കും പല അഭിപ്രായമാണ്. നമ്മള് മട്ടൻ കഴിക്കാനല്ലേ പോണേ? യെസ്, മട്ടൻ. മട്ടനില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റഹ്മത്താന്നാണ് ഒരു പൊതുവെ ഒരു ശ്രുതി ഇവിടെ. അപ്പൊ അതുകൊണ്ട് പോയേക്കാം. ഓക്കെ. ഓ ഗൈസ്, ഇതാണ് റഹ്മത്ത്. ഒറ്റൊരു ഇതുള്ളവർക്ക് അല്ല എന്ന് വെച്ചാ കോഴിക്കോട് ഉണ്ടോ? ഓ സൈലം അല്ലേ? പാർക്കിംഗ് ഉണ്ടോ അവിടെ? എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. റഹ്മത്തിന്റെ അടിപൊളി പാർക്കിംഗ്. റഹ്മത്തേ ഇപ്പൊ കുറച്ച് തിരക്ക് കുറവുണ്ടാവും അല്ലേ? ശരിയാ, നമുക്ക് വേഗം തിന്ന് തീർക്കാം. അപ്പോ എവിടെ ഇടാലോ? ആ പെട്ടി വണ്ടിയുടെ അപ്പുറത്ത് ഇടാൻ പറ്റുമോ? എടാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടാലോ? ആ നേരിട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഈ വണ്ടിക്ക് അപ്പൊ പോവാൻ പറ്റില്ല. ഞാൻ ഇറങ്ങി ചോദിക്കാം. എല്ലാം ചേട്ടൻ ശരിയാക്കാം. വ്ളോഗർ വന്നാ പിന്നെ ഇവിടുത്തെ ആളാണോ? അല്ലല്ലോ. ആ പാർക്കിംഗ് എന്ത് ചെയ്യാ? കീ എന്നാ മതിയാ? എടാ കീ കൊടുത്താ മതിന്ന്. അത് നല്ല പരിപാടി അല്ലേ? കാർ വാഷ് ഉണ്ടോ? നല്ല മണുണ്ടോ? എടാ ഇതൊക്കെ വരൂട്ടാ. ഞാൻ അടിച്ച് ചെയ്യില്ലട്ടോ ഇതൊന്നും. ലാസ്റ്റ് നല്ല മണുണ്ടോന്ന് വെച്ചപ്പോ അവൻ എന്നോടൊരു കാര്യം ചോദിച്ചു. അതൊക്കെ ഇതിൽ വരും. എനിക്കറിയേണ്ട ആവശ്യമില്ല. നിന്റെ വില പോണേ. ക്യാമറ നോട്ട് അലൗഡ് ആണോ? AC ഗൈസ് സെക്കൻഡിലാന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ AC-ലേക്ക് പോകുന്നു. ഒരു ഷർട്ട് ചുളിഞ്ഞതല്ല, ഇത് ഡിസൈനാണ്. കാണാൻ പറ്റണമെന്ന് അറിയില്ലേ? ജിബിന് ഇത് കളർ പോയതാണോ? ഈ ഇതൊക്കെ ഇടും, അത് വേറെ കാര്യം. ഓ വിശാലമായ ലിഫ്റ്റ്.
ഇവർക്കൊന്നും അത്ര പരിചയമില്ല, അതാണ് എനിക്കത് വിഷയമില്ല. എടാ ഇങ്ങനെ നമ്മളിത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണ പരിപാടിയാ. ആക്ച്വലി എനിക്ക് ഭയങ്കര മടിയാ, പക്ഷെ ഞാൻ ഇട്ടിട്ട് എന്തെങ്കിലും ഇടും ഞാൻ. മൂന്ന് പേര്. നല്ല സുഡ ആണോ? ഞാൻ മട്ടൻ ആദ്യമായിട്ട് തോന്നുന്നു. നീ കഴിക്കാറുണ്ടോ ഇടയ്ക്ക് ഇവിടുന്ന്? നോട്ടെ. കൊള്ളാം, നല്ല നൈസാടാ, നൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ബാക്കി കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ടായി ഗുരു ഫുഡ്? എന്താ ബിരിയാണിയോ? നല്ലായിരുന്നോ ജിബിനെ? അല്ല എന്തിനൊക്കെ പറയ്. കൊള്ളായിരുന്നു ഗൈസ്, മട്ടനൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ വെരി ഗുഡ്, അടിപൊളി. പിന്നെ നല്ല തിരക്കാണ്, സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഫോറിനേഴ്സും ടൂറിസ്റ്റും എല്ലാം ഉണ്ട്. ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, നല്ലതല്ലേ? അങ്ങനെ. അപ്പോൾ ഓക്കെ ഗൈസ്, ബാക്കി വിശേഷങ്ങൾ അടുത്ത സ്ഥലത്തൊക്കെ എത്തിയിട്ട് നമ്മൾ കാണിക്കാം. ഞങ്ങൾ എടാ സ്ഥലത്തിൻ്റെ പേര് എന്നിട്ടാടാ പറഞ്ഞ, ഞങ്ങളൊരു സ്ഥലം ഗൂഗിൾ മാപ്പിൽ ഗുരു പറഞ്ഞിട്ട് പോയോണ്ടിരിക്കുകയാണ്. എന്തോ സ്ഥലം ഉണ്ട് തോന്നുന്നു അറ്റത്തില്ലേ? എന്തോ ഉണ്ട് അറ്റത്ത്, എന്തോ ഉണ്ട്. വണ്ടിയൊക്കെ പോണ നമ്മൾ കരിയത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. തൂക്കുപാലമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്ക് ഞാൻ എൻ്റെ പാട്ടുകൾ പാടും, അപ്പോൾ വ്യൂവേഴ്സിനൊരു അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ഇരിക്കാം. അങ്ങനെയാണ് എഡിറ്റർ മനസ്സിലാക്കണേ. അങ്ങനെ എടുത്തിട്ടുണ്ട്, ഇവിടെ കട്ട് ചെയ്യണം. പൾസ് നോക്കിയിരുന്നോ? ഇത് കുറച്ച് ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, ഞാൻ വയ്ക്കാം. എന്തോ ഉണ്ട് ജിബിൻ കാണാത്തൊരു സാധനം കാണിച്ചിട്ടാ, റബ്ബറും കാട്. ഇങ്ങനെ ഇവിടെ പറഞ്ഞോളൂ, വീണ്ടും 3 ഏതാ ഈ ജീവിനാണുണ്ടോ? അടേ ഇവിടെ ഒന്നും ഇല്ലടാ. പറഞ്ഞോട് ചോദിച്ചേ ചേട്ടാ, ഇവിടെ ടൂറിസ്റ്റ് പോലത്തെ ഒരു സ്ഥലം. നേരെ ആണല്ലേ? ഇവിടെ പോയി കാണാൻ പറ്റുമോ? എന്നാ വേണം. മാപ്പിൽ ഇവിടെ കാണിക്കുന്നേ, ഇവിടെയാ കാണിക്കുന്നേ. ഓക്കെ, പാലം കഴിഞ്ഞ് നമ്മൾ കണ്ടു. ഓക്കെ, താങ്ക് യു ഗൈസ്. ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഫുള്ളായിട്ട് വിശ്വസിക്കരുത്. ഇവിടെ എൻട്രി ഇല്ല അത്ര, ഇപ്പോൾ വേറെ സ്ഥലത്ത് അല്ലേ? അതെ. അതെ, ഇത് ഓണാണോ? ഓണല്ലേ? അടിപൊളി. 2 ഓണല്ലാന്ന് തോന്നുന്നുടാ. സബാഷ്. പക്ഷേ ഇതല്ല എൻ്റെ എൻട്രി വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഫൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നീതി പാലിക്കണം. അതെ, നമ്മളൊന്നും നിയമത്തിനെതിരായിട്ട് പാടില്ല. അതുകൊണ്ട് ഏത് കാലത്ത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് ഇതിൻ്റെ തന്നെ അപ്പുറത്തൊരു സൈഡുണ്ടെന്ന് പറഞ്ഞേ, ടിക്കറ്റൊക്കെ കൊടുത്ത് അവിടേക്ക് പോകുമ്പോൾ
ഗൈസ് അയ്യോ പാമ്പ് ഇറങ്ങിയെടുത്തോ. വേണ്ട ഞങ്ങക്ക് വഴി അങ്ങോട്ട് വില്ലേജ് മാൻ. ചേട്ടാ ആ പാലത്തിലേക്ക് പോകാനുള്ള വഴി എവിടെയാ? പാലല്ലടാ മറ്റേ എന്തോ ഒരു- ഇത് കാണാനുള്ള ഇവിടെ കാണാനുള്ളൊരു സ്ഥലം ഗൂഗിൾ മാപ്പ്. എന്തോ സാധനം ഉണ്ട് ഇവിടെ മുമ്പോട്ട് അവിടെ ഗേറ്റ് ഒക്കെ ഉണ്ട്, പാസ് ഉണ്ടെന്നല്ലേ? ഓക്കെ. ഇല്ല ഡാം എവിടെയാ? ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടാ. ഓ പതിനെട്ട് വേണോ? വേണ്ട വേണ്ട, നമുക്ക് ചേർത്ത് പിടിക്കാം. ഇത് കണ്ടിട്ട് ഏത്? ആ അപ്പൊ ഡാമ് വേണ്ട. ഓക്കെ, താങ്ക് യു. അവിടെ 4 മണി വരെ ഉള്ളൂന്നോ? അവിടെ 4 മണി വരെ ഉള്ളു അത്ര. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും 4 ആവൂലേ? അതാവും കക്കയം ഡാം അല്ലേ? കക്കയം ഡാം. ആ കക്കയുണ്ടാവും. വില്ലേജ് ബൂട്ടി 200 മീറ്റർ. ഇവിടെ ഹോം സ്റ്റേ സെറ്റപ്പ് ഉണ്ട്. നിന്റെ വീട്ടിലേക്ക് വന്ന് നിലമ്പൂര് വന്നപ്പോൾ ഞാൻ ഇതുപോലെ വ്ളോഗിങ് ഉണ്ടായി ചെറുതായിട്ട്. ഉണ്ടായിരുന്നോ? അറിയില്ല. അങ്ങനെയാണോ ഫോൺ പോയേ? അങ്ങനെയല്ല ഫോൺ പോയത് തോന്നുന്നു. ഐസ്ക്രീം ഉണ്ടല്ലോ. ഇവിടെയും വന്നിട്ടുണ്ട്. കാർ 30. അവിടെ ചേഞ്ച് ഉണ്ടോ? ഗൂഗിൾ പേ എടുക്കാം. പൈസ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് സഹായിക്കണം. ബാക്കാ? ഓക്കെ. നടക്കാനുണ്ടാവോ? ശരി. ഓക്കെ ജിമ്മിൽ കൊടുക്കടാ. ഓക്കെ ചേച്ചി ഇവിടെ നിന്ന് എങ്ങനെയാ മുകളിലോട്ട് നടക്കുക? ടിക്കറ്റ് ഉണ്ടോ? അവിടെയുണ്ട്. ഓക്കെ. കുറേ ഉണ്ടോ? 50. ഓക്കെ ശരി. എന്താ പറഞ്ഞ നടക്കാണ്ടോ? 50 മീറ്റർ. 50 മീറ്റർ അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ 500 മീറ്റർ അല്ല 50. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം എല്ലാരും അറിഞ്ഞു ഞാനൊരു വ്ളോഗറാന്ന് പറഞ്ഞോട്ടെ. നിന്നെ എന്തായാലും 15. നിന്നെ മൊത്തം ഇതില് 18 സൂര്യനല്ലേ അവന്റെ എന്താ പറയാ ഫോൺ കവർ ഉള്ളതുകൊണ്ട് കണ്ണടിച്ചു പോണ്ട്. ഇത് 50 മീറ്റർ അല്ലല്ലോ. നമുക്ക് എണ്ണി നോക്കാം. എന്തിനാ എക്സ്ക്യൂസ് മീ എന്നുള്ള എന്റെ പറയല? എൻഷുൽ ഡിങ്കോ അല്ല. എൻഷുൽ ഡിങ്കോ അല്ല. എന്താ? എൽഷുൽ ഡിഗുങ്. എൻഷുൽ ഡിഗുങ്. എനിക്ക് തോന്നണേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു. 50 മീറ്റർ അല്ലേ? അവിടെ വരെ അതിരപ്പള്ളി പോവാൻ നിന്നവനാ. അതിരപ്പള്ളിയില് വണ്ടി പോവും മുറ്റം വരെ. അടാ മലയില്ല, പുഴയുണ്ട്, ചെറിയ പച്ചപ്പുണ്ട്. ഇതല്ലേ വേണ്ടേ? മലയിലോട്ട് നമ്മള് പോണേ. വലിയ മല കയറാൻ പോണ നമ്മള്. എന്തിനാടാ നമ്മൾ അവിടെ കൊണ്ട് കാറിട്ടു? ഇവിടെ പാർക്ക്. ശരിയാണല്ലോ ഗൈസ്. ഇനി ഇവിടെ വരുന്നവരെ ശ്രദ്ധിക്ക്. 2 പാർക്കിംഗ് ഉണ്ട്. ആദ്യത്തിൽ ഇടേണ്ട ആവശ്യമേ ഇല്ല. തൊട്ടടുത്ത് വേറെ പാർക്കിംഗ് ഉണ്ട്. 50 മീറ്റർ അല്ല. ഇനി അങ്ങനെ നടക്കണം. ഒരു 50 മീറ്റർ കൂടെ നടക്കണം. വേണ്ടി വാങ്ങിത്തരും. കണ്ടന്റിന് വേണ്ടി മേടിച്ചത്. തിരിച്ചു വേണം. ഇതെന്തുറ്റത്? ഇല്ല. ടിക്കറ്റ് എവിടെ എടുക്കണ്ടേ? പുറത്താ. ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുക്കണോ? നമുക്ക് ചുമ്മാ വെള്ളം കൊണ്ടിട്ട് വരാം. അവിടെ വരെ പോണോ? വേറെ എന്താ ചെയ്യാ? വെള്ളത്തിൽ ഇറങ്ങാന്ന് തോന്നുന്നു അല്ലേ? ഇറങ്ങണവർക്ക്
ആ എടാ ജിബിൻ പറയണ ഇവിടെ ഒന്നും ഇവിടെ ഒരു പച്ച തണലത്ത് പോയിട്ട് ആ ഇനി ഇരിക്കാം ഇങ്ങനെ. വാ അവരെങ്ങനെ അപ്പുറത്തെത്തിയേ കൗടൻ കൊറേ ആൾക്കാരുണ്ട് പക്ഷേ എന്തോരം ആൾക്കാര്. സൺഡേ ആയതുകൊണ്ട്. ആ ഇവിടത്തെ ഒരു മെയിൻ സ്പോട്ടാന്ന് തോന്നുന്നു. ചായ കൊണ്ടുവരായിരുന്നു കേട്ടോ നമുക്ക്. ആ ജിബിനെ ചായ കൊണ്ടുവന്നാലോ? അത് ഇവിടെ ഇരുന്ന് നമുക്ക് മെമ്മറീസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും മിൽക്ക് ഉണ്ടാവും എന്തെങ്കിലും. ആ ഏതോ ഉരുളൻ കല്ലുകൾ. ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കാം. പക്ഷെ നമ്മളെ കണ്ട പാലം എന്തിടാ? പാലം അവിടെ മുമ്പിൽ എവിടെ? അവിടെ ആ ഭാഗത്ത്. അവിടെ മൂടലുണ്ട്. അവിടെ ഉണ്ട്. അതുണ്ട്. ഇവിടെ ഇല്ലേ? എനിക്ക് ഇവിടെ മൂടല് തോന്നുന്നുണ്ടോ? ഇവിടെ മൂട്ടിലുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാം നമുക്ക്. അവിടെ അതുണ്ടോ? അത് മലയല്ലടാ. കുളിക്കാൻ ബെസ്റ്റ് ആട്ടോ ഇവിടെ. ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ടൊരു എനിക്ക് കുഴപ്പമില്ല. അല്ല അവർക്ക് അവർക്കൊരു ബുദ്ധിമുട്ടേ. ഫുള്ള് ഇങ്ങനത്തെ കല്ലുകൾ. ആലൊരു ചാടി ചാടി പോകണ്ടോ? ഓടാ സീൻ ഇത് അടിപൊളിയാണല്ലോ. എവിടെ? അല്ല വെള്ളം. ഓ വെള്ളം അടിപൊളി കേട്ടാ. നല്ല വെള്ളം. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണോ? എങ്ങനെ ക്രോസ് ചെയ്യാം? ഷൂ നനയാതെ ക്രോസ് ചെയ്യാൻ പറ്റുമോ? ജിബിന് വെള്ളം പാടില്ല എന്നാണല്ലോ. നിങ്ങളുടെ വണ്ടി കയറി ഇരുന്ന് എടാ കാര്യട്ടാ ഷൂരിയേ ഇപ്പൊ എങ്ങനെ പോണ? ആദ്യ കൂടെ പോണെന്ന് തോന്നുന്നു. ഷൂരാണോ നിങ്ങള്? ഷൂരണല്ലേ? ഷൂരാണോ? നമ്മള് ഷുവായിരുന്നോ? കണ്ടില്ല. തമ്പുരാനും ഷൂ തന്നെയായിരുന്നു. വീഴാനൊക്കെ പോയിപ്പോ. ഏത് വീഴാനൊക്കെ പോയിപ്പോ? അയ്യോ അത് കിട്ടിയോ? വോളിബോൾ കളിച്ചപ്പം ലിഗമെന്റ് ഇയർ വന്നത്. അപ്പം ഈ കാലിന് ചെറിയ പവറുണ്ട്. സ്പോർട്സ്മാനാണ് സ്പോർട്സ്മാൻ. വീണത്. വ്ളോഗിലൊക്കെ വരുമ്പോ എന്തൊക്കെ സത്യങ്ങളെ വിളിച്ചു വരണേ. ഇത്ര ആളെ ഒന്നും പറഞ്ഞിട്ടില്ല. വോളിബോളിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവനാ. എന്തിന്? അങ്ങനെ വെള്ളം കണ്ടോ? അങ്ങനെ ഓ എടാ സീൻ നൈസ് ഇട്ടാ. വീഴാണ്ടട്ടാ. ഫോണടക്കം പോയാൽ വലിയ സുഖം ഉണ്ടാവില്ല. ജിബിനെ നോക്കി വന്നാ അതേ നല്ല വഴുക്കലുണ്ട് കേട്ടാ. എന്റെ പാത പിന്തുടർന്നോളൂ. വേം പോരേ. ആര്? ഞാനോ? ഗുരുവിനൊരു ഭയം പോലെ ഉണ്ടാ? ഭയങ്കര സ്ലോ ആട്ടാ. എടാ എന്താടാ? എടാ നല്ല തെന്നലുണ്ടാ. അപ്പൊ ഞാൻ വന്നോ? ആ ഷൂകളെ നീ എന്നാ കളിയാക്കിയല്ലേ?
ഇനി എന്താ ഇങ്ങനെ നടക്കണേ? റൈറ്റ് കാലം വില കൊടുക്കില്ലേ? എടാ അത് വേറെ സംഭവമാണ്. നിങ്ങൾ ചെരുപ്പിടാത്തോണ്ടാ ഭയങ്കര തെന്നല് തോന്നണേ. എനിക്ക് അത്ര പ്രശ്നം. ഇനി എന്താ ഇനി ഷൂ ഇടുന്നു. ഇനി ഷൂ ഇടുന്നില്ല ഇല്ലേ? മീനുണ്ട് കേട്ടോ. ആ എടാ നിനക്ക് തെന്നലറിയില്ല. ആ അതാണ്. ആ മീനുണ്ട്. അടുത്ത സാഹസികമായ യാത്ര സംഭവം അടിപൊളിയാട്ടാ. പക്ഷേയോ ഇപ്പൊ വൈകിട്ടൊക്കെ കുളിക്കാനൊക്കെ വരാണെങ്കിൽ നൈസായിരിക്കും. 30 രൂപ എടുത്ത് വിളിക്കല്ലേ? 30 രൂപ എടുത്ത്. 30. അട വീട്. അയ്യോ അത് ഞാൻ കണ്ടില്ലടാ. ഫോൺ എന്റെ വീഡിയോ കണ്ടുകൾ അത് ഒപ്പിടുന്നില്ല. ജീവനൊന്നും അവിടെ വീണു. എനിക്കറിയില്ല, ചിലപ്പോ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ നോക്കുമ്പോളേ ആരോ കല്ലെടുത്തെറിഞ്ഞ വെച്ചാ. ഫോൺ കുഴപ്പമില്ലല്ലോ. നീ ഓക്കെ അല്ലേ? കാല് തന്നെയോ? നല്ലൊരു കണ്ടന്റ് ആയിരുന്നു എനിക്ക്. അത് കിട്ടിയിട്ടില്ലടാ. എടാ തെന്നിയതാണോ? റൈറ്റ് കാലം എനിക്ക് വില കൊടുപ്പിക്കാൻ ബാലൻസ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, കാറിലല്ലേ? ഇവിടെ നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഒന്ന് മുങ്ങി. ആ പാലില്ല നോടാ. പാല അവിടെയാടാ, അവിടെ ഈ ഇതിന്റെ ബാക്കിയായിട്ട്. ഇത്രയല്ലേ ഉള്ളു ഇവിടെ. ഫോൺ ആരെങ്കിലും പോക്കറ്റിട്ടേക്കുന്നത്. ഒരു ഫോൺ ഞാൻ ആറ്റി കളഞ്ഞു. അത് നിന്നെ പോലെ വീണ ഇതൊരു കുട്ടിയുടെ. ഒരു ഗ്ലും നിരച്ച. ഇനി എന്താ ഇതന്നെ നമ്മളെനിക്ക് തോന്നണ അവിടെ വന്നേന്ന് തോന്നുന്നു അല്ലേ? അത് പലല്ലോ. അല്ല അത് കൊള്ളല്ലേ. ഇത് ആരുടെ പ്ലോട്ട്? ഇവിടെ മറ്റേ മുള്ളുണ്ടാവും നോക്കോട്ടോ. നീ കുറച്ചേരം ഇവിടെ കിടക്കും. എനിക്ക് നല്ല സമയമാ. നീ കുറച്ചേരം ഇവിടെ കിടക്കും, ഉണങ്ങട്ടെ. ഓക്കെയാണ്. നല്ല ഓക്കെ. ജിബിനാണ് ഏറ്റവും ഓക്കെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്തോ നിങ്ങളുടെ ട്രിപ്പ് വരാത്തത്. ഇതാണ് പ്രശ്നം. വീഴണതോ? ജർമ്മനിലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല, ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രശ്നം മൊത്തം ആവശ്യം പോലെ കണ്ടന്റ് തരണ്ട് നീ. ജിബിനെ നീ സ്ഥിരമായിട്ട് എടുക്കുന്നോ? ജിബിന് ഞാനിപ്പോ വിലക്ക് എടുത്താലും ജിബിനെ അവിടെ കിട്ടുന്ന അതേ പ്രൈസ് ഇവിടെ തരും. കണ്ടന്റ് ഉണ്ടാക്കി തന്നാ മതി. നീ ജീവിച്ചാ മതി. കണ്ടന്റ് ഉണ്ടാക്കണ്ട, ഇങ്ങനെ നടന്നാ മതി. ജീവിക്ക. ഭയങ്കര വെയില്. അതിലാട് വീട്ടിൽ പോകുമ്പോ കരിഞ്ഞു കൊണ്ടി വരും. ഇതെന്താ ഇവിടെ എന്താ? ഇല്ല അത് ഫാമിലിയാ. പോയാലാ? സാധനം കിട്ടിയില്ലേ? സാധനം കിട്ടി. ഇത് നീ കളയല്ലേ? പിന്നെ ഇടണ്ട. ഉണക്കാട്ടോ. ഉണക്കിക്കോ. നീ കട്ട് ചെയ്യാം. മാറ്റി ഓഫ് ചെയ്തു. ഫ്ലാഷ് കാണുന്നടാ. ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ, ഭയങ്കര ആൾക്കാർ. നമുക്കിനി അങ്ങോട്ടും കൂടെ നടന്നിട്ട് പോവാം. ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ അവിടെയല്ലേ? അവിടെ തന്നെ. എൻ്റെ ഇവിടെ നിന്ന് ഇച്ചിരി പോയാൽ മതി. അവിടെ പോയിട്ടുണ്ട്. ആൻഡീസ് അല്ലേ US ആൻഡീസ് മൗണ്ടൻ റേഞ്ചസ്, റിഫ്റ്റ് മൗണ്ടൻ റേഞ്ചസ് പഠിച്ചിട്ടുണ്ട്. എവിടെ അറിയില്ല. എന്താ പോലെ ആന്റണി വീണോണ്ട് അവൻ എടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടി. എന്നിട്ട് അവന്റെ ഷർട്ടും മാറ്റിയില്ലേ? നീ ഇട്ടു. ഞാൻ എടുത്തപ്പോ കൂട്ടുകാരൻ ആന്റണി വീണിട്ടും അവന്റെ നനഞ്ഞ ഷർട്ട് ഇടാൻ ജിബിൻ കാണിച്ച മനസ്സ്. എടുത്തോ. നീ അപ്പൊ എങ്ങനെയാ വരണേ? നീ എങ്ങനെയാ ബസ്സിനാ? എടാ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ലേ സ്ഥലം? സ്ഥലം കൊള്ളാം. വെയിലൊഴിച്ച് പോയൊക്കെ ഓക്കെ. ഇതിൽ കയറാൻ ആന്റണി ആവും.
ഒരു മിനിറ്റ്. ഇതിന് നല്ല ഒഴുക്കുണ്ട് കേട്ടാ. ഉരുളങ്കല്ലുമാണ്. ബോയ്സ് വേഗം ആവട്ടത്. ഞാൻ ഒരു കണ്ടന്റ് പ്രതീക്ഷിക്കണ്ട്. ആരേന്നാ? ജിബിൻ ജിബിൻ പ്ലീസ്. പക്ഷെ കണ്ടിട്ട് ഇപ്പൊ ഗുരു ഒരു കണ്ടന്റ് തരാൻ സാധ്യതയുണ്ട്. കാരണം അത്രേ ഉള്ളൂ. ആ ഓ ജിബിൻ രക്ഷപ്പെട്ടു. ഈ വട്ടം വീഴാണ്ട്, കഴിഞ്ഞ വട്ടം ജിബിൻ വീണു, ഈ വട്ടം വീഴാണ്ട് ജിബിൻ തിരിച്ചെത്തി. അവിടെ ആയിരുന്നില്ലേ നമ്മുടെ അതിൽ കൂടെ അല്ലേ? ആ ഒറ്റ മിനിറ്റേ, കാലം ഒന്നാണെങ്കിൽ ഷൂട്ടിട്ട് വന്നാൽ പോരെ. മതി. അത് നമുക്ക് ഈ വ്ളോഗ് ഒന്ന് എൻഡ് ചെയ്താലോ? ആ എന്താ പറയണ്ടേ ഒരു അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ വയനാട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ബൈ.